ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു teachenglish.com. ഇന്നത്തെ വീഡിയോയില് 10ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ പോയട്രി എന്ന കവിതയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയെല്ലാമാണ് നൽകുന്നത്. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ആദ്യം നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. Question 1. Do you think the speaker in the poem earnestly wishes to be a poet? Which line says so? പോയട്രി എന്ന കവിതയിലെ സ്പീക്കർ ഒരു കവിയാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് വരിയാണ് അങ്ങനെ പറയുന്നത്? Answer. Yes, the speaker earnestly wishes to be a poet. The line, "And I made my own way, deciphering that fire," indicates this desire. അതെ, സ്പീക്കർ ഒരു കവിയാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ ഫയറിനെ തിരിച്ചറിഞ്ഞ് ഞാൻ എന്റേതായ വഴിയുണ്ടാക്കി എന്ന വരി ഈ അദമ്യമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. Question 2. What is the figure of speech used in the expression poetry arrived? കവിത വന്നെത്തി എന്ന പ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? Answer. The figure of speech used is personification, as poetry is described as if it actively searches for the speaker. കവിത സ്പീക്കറെ തിരഞ്ഞുവരികയായിരുന്നു എന്ന രീതിയിലാണ് കവിതയുടെ വരവിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ നിന്നും പേഴ്സോണിഫിക്കേഷനാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാം. Question 3. Winter is a season when everything seems frozen and lifeless, whereas the river represents the flow of life. Find out a similar expression of contrast from the poem. ശീതകാലം എല്ലാം മരവിച്ചതും നിർജീവവുമായി തോന്നുന്ന കാലമാണ്. അതേസമയം നദി ജീവന്റെ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്നു. കവിതയിൽ നിന്ന് സമാനമായ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ വൈരുദ്ധ്യം കണ്ടെത്തുക. Answer. A similar contrast is found in violent fires and returning alone. The fire suggests chaos, while solitude implies calmness. വയലന്റ് ഫയർ, റിട്ടേണിംഗ് അലോൺ എന്നിവയില് സമാനമായ ഒരു വൈരുദ്ധ്യം കാണാം. ഫയർ അരാജകത്വത്തെ സൂചിപ്പിക്കുന്നു, അതേസമയം ഏകാന്തത ശാന്തതയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. Question 4. What was the poet's condition before poetry arrived? കവിത എത്തുന്നതിനു മുമ്പ് കവിയുടെ അവസ്ഥയെന്തായിരുന്നു? Answer. Before poetry arrived, the poet felt insignificant and directionless, as indicated by "There I was without a face, and my eyes were blind." കവിതയുടെ വരവിനു മുമ്പ് കവിക്ക് സ്വയം നിസ്സാരനും ദിശാബോധമില്ലാത്തവനുമായി തോന്നി. "I was without a face, my eyes were blind" എന്നിവ ഇത് സൂചിപ്പിക്കുന്നു. Question 5. What happened to the poet when poetry arrived? കവിത എത്തിയതിനു ശേഷം കവിക്ക് എന്ത് സംഭവിച്ചു? Answer. When poetry arrived, it ignited a spark within the poet, awakening his imagination and inspiring him to express himself. He experienced a transformation, feeling a deep connection to the universe. കവിത വന്നപ്പോൾ അത് കവിയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ജ്വലിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാവനയെ ഉണർത്തുകയും സ്വയം ആവിഷ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രപഞ്ചവുമായി ആഴത്തിലുള്ള ബന്ധം അനുഭവപ്പെടും വിധം അദ്ദേഹം തന്നിൽ തന്നെ ഉണ്ടായ മാറ്റം അറിഞ്ഞു. Question 6. How did the poet show that after the arrival of poetry, his imagination knew no bounds? കവിതയുടെ വരവിനു ശേഷം തന്റെ ഭാവനയ്ക്ക് അതിരുകളില്ലെന്ന് കവി എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? Answer. The poet describes seeing the heavens unfastened, planets, palpitating plantations, and the winding night, illustrating his boundless imagination. അതിരുകളില്ലാത്ത തന്റെ ഭാവനയെ താങ്കണ്ട ആകാശം, ഗ്രഹങ്ങൾ, സ്പന്ദിക്കുന്ന തോട്ടങ്ങൾ, വളഞ്ഞുകുളഞ്ഞ രാത്രി തുടങ്ങിയ ഇമേജുകളിലൂടെ കവി വിവരിക്കുന്നു. Question 7. Poetic intuition is like seeing without eyes. Which line says so? കണ്ണില്ലാതെ കാണുന്നത് പോലെയാണ് കാവ്യാത്മകമായ അവബോധം. ഏത് വരിയാണ് അങ്ങനെ പറയുന്നത്? Answer. The line, "My eyes were blind," suggests that poetic intuition is like seeing without physical sight. It is a spiritual and imaginative perception. "My eyes were blind" എന്ന വരി സൂചിപ്പിക്കുന്നത് കാവ്യാത്മകമായ അന്തർജ്ഞാനം കണ്ണില്ലാതെ കാണുന്നത് പോലെയാണ്. അത് ആത്മീയവും ഭാവനാത്മകവുമായ ഒരു അവബോധമാണ്. Question 8.
What does fever or forgotten wings indicate? ഫീവർ ഓർ ഫർഗോട്ടൻ വിങ്സ് എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? Answer. Fever or forgotten wings indicates a sudden surge of inspiration and the awakening of the poet's latent creativity. ഫീവർ ഓർ ഫർഗോട്ടൻ വിങ്സ് എന്നത് പ്രചോദനത്തിന്റെ പെട്ടെന്നുള്ള വർധനവിനെയും കവിയുടെ മറഞ്ഞിരിക്കുന്ന സർഗാത്മകതയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. Question 9. How does the vast, infinite and complex universe unfold itself before the poet in the poem? കവിതയിൽ വിശാലവും അനന്തവും സങ്കീർണവുമായ പ്രപഞ്ചം എങ്ങനെയാണ് കവിയുടെ മുന്നിൽ വികസിക്കുന്നത്? Answer. The universe unfolds as the poet describes seeing the heavens open, planets, and shadow perforated with arrows, fire, and flowers, reflecting its vast and infinite nature. പ്രപഞ്ചത്തിന്റെ വിശാലതയും അപാരയും കാണിക്കുന്നതിനായി ആകാശം തുറന്നക്കുന്നതും അതിലൂടെ ഗ്രഹങ്ങളും അമ്പുകള് തുളഞ്ഞുകയറിയ നിഴലുകളും അഗ്നിയും പൂക്കളും എല്ലാം കാണുന്നതായി കവി വിവരിക്കുന്നു. Question 10. What do you think is referred to as fire and flowers? Answer. ഫയർ ആൻഡ് ഫ്ലവർ എന്നിവ എന്തിനെയാണ് പരാമർശിക്കുന്നത്? Fire and flowers likely symbolize the intense passion and beauty that poetry brings to the poet's life. ഫയർ ആൻഡ് ഫ്ലവർ എന്നിവ കവിയുടെ ജീവിതത്തിലേക്ക് പോയട്രി കൊണ്ടുവരുന്ന തീവ്രമായ അഭിനിവേശത്തെയും സൗന്ദര്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. Question 11. I wheeled with the stars. What does the poet mean by this? I wheeled with the stars എന്ന വരിയിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? Answer. The poet felt a sense of unity with the cosmos, as though he was moving harmoniously with the universe. പ്രപഞ്ചവുമായി ഒത്തൊരുമയിൽ നീങ്ങുമ്പോലെ കവിക്ക് പ്രപഞ്ചവുമായി ഐക്യബോധം തോന്നിയെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. Question 12. How does the poet express his delight of writing the first line of poetry? കവിതയിലെ ആദ്യവരി എഴുതിയതിന്റെ സന്തോഷം കവി എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? Answer. He describes it as faint, without substance, yet full of pure wisdom, reflecting joy and wonder at the beginning of his creative journey. തന്റെ സൃഷ്ടിപരമായ യാത്രയുടെ തുടക്കത്തിൽ തോന്നിയ സന്തോഷവും അദ്ഭുതവും ഓർമ്മിച്ചുകൊണ്ട് ആദ്യ കവിതാവരിയെക്കുറിച്ച് ശുദ്ധമായ ജ്ഞാനം നിറഞ്ഞതും എന്നാൽ അർത്ഥവും കരുത്തുമില്ലാത്തതുമെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. Question 1. What is the theme of the poem? ഈ കവിതയുടെ തീമെന്താണ്? Answer. The theme of the poem is the awakening of poetic inspiration and creativity. കാവ്യാത്മകമായ പ്രചോദനത്തിന്റെയും സർഗാത്മകതയുടെയും ഉണർവാണ് കവിതയുടെ പ്രമേയം. It describes how poetry found the poet and ignited a profound sense of creativity and cosmic connection. കവിത എങ്ങനെയാണ് കവിയെ കണ്ടെത്തിയതെന്നും സർഗാത്മകതയുടെയും പ്രാപഞ്ചിക ബന്ധത്തിന്റെയും അഗാധമായ ബോധത്തെ അദ്ദേഹത്തിൽ ജ്വലിപ്പിച്ചതെങ്ങനെയെന്നുമെന്ന് ഇത് വിവരിക്കുന്നു. Question 2. What are the expressions used by the poet to show the inspired moments? തന്റെ പ്രചോദിത നിമിഷങ്ങൾ കാണിക്കാൻ കവി ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? The expressions include താഴെ പറയുന്നവയാണ് കവി ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ. A. Something started in my soul. B. Fever of forgotten wings. C. The heavens unfastened and open. D. Planets, palpitating plantations, shadow perforated. E. I wheeled with the stars. Question 3. What is the tone of the poem? കവിതയുടെ ടോൺ എന്താണ്? Choose and tick the relevant answer from the options given below. ചുവടെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് പ്രസക്തമായ ഉത്തരം തിരഞ്ഞെടുത്ത് ടിക്ക് ചെയ്യുക. Cheerful, sarcastic, ecstatic, melancholic. Answer 3. Ecstatic. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങാം. Activity 1. The poem is an example of free verse and does not have end rhymes. The poet has made use of instances of alliteration to give rhythm to the poem. കവിതയ്ക്ക് താളം നൽകാനായി കവി അലിറ്ററേഷന് ഉപയോഗിച്ചിരിക്കുന്നു. Underline the initial sounds repeated in the given lines. നൽകിയിരിക്കുന്ന കവിതാശകലത്തിലെ വാക്കുകളില് ആദ്യ ശബ്ദം ആവർത്തിക്കുന്നുണ്ടെങ്കില് അടിവരയിട്ടടയാളപ്പെടുത്തുക. Something started in my soul. ഈ വരിയില് എസ് എന്ന ശബ്ദം 3 വാക്കുകളുടെ തുടക്കത്തിലായി വരുന്നുണ്ട്. Alliteration is the repetition of initial consonant sounds of a series of words,
within a phrase or line. ഒരു വാക്യത്തിലോ അല്ലെങ്കിൽ കവിതയുടെ ഒരു വരിയിലോ ഉള്ള ഒരു കൂട്ടം പദങ്ങളുടെ പ്രാരംഭ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനത്തെ അലിറ്ററേഷൻ എന്നു പറയുന്നു. Identify similar lines having alliteration. സമാന വരികൾ കണ്ടെത്തി എഴുതുക. Answer. Similar lines with alliteration. Fever or forgotten wings, repeated F sound. Pure nonsense. Pure wisdom, repeated P sound. Planets, palpitating plantations, repeated P sound. A street I was summoned, repeated S sound. No way with names, repeated W sound. I made my own way, repeated M sound. The first faint line, repeated F sound. Fire and flowers, repeated F sound. Pure part of the abyss, repeated P sound. I wheeled with the stars, repeated W. Activity 2. Good poetry can paint a vivid portrait of a scene or an emotion with words. നല്ല കവിതയ്ക്ക് ഒരു രംഗത്തിന്റെയോ അല്ലെങ്കിൽ വികാരത്തിന്റെയോ ഉജ്ജ്വലമായ ചിത്രം വാക്കുകൾ കൊണ്ട് വരക്കാൻ കഴിയും. Neruda uses many images in his poem. നെരൂദ തന്റെ കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. Read the poem and identify the images used in it. Words used to create pictures are called images. കവിത വായിച്ച് അതിലുപയോഗിച്ചിരിക്കുന്ന വാഗ്മയ ചിത്രങ്ങൾ തിരിച്ചറിയുക. Imagery is the use of figurative language to create a picture in the reader's mind. Complete the following word web by selecting appropriate images from the poem. കവിത വായിച്ച് അതിലുപയോഗിച്ചിരിക്കുന്ന വാഗ്മയ ചിത്രങ്ങൾ തിരിച്ചറിയുക. Answer. Here are some images from the poem. Winter, river, street, violent fires, flower, blind eyes. Activity 3. Following is the review of the poem, written by one of the students. Some parts of it are missing. Supply suitable words from those given in the brackets below. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ ഒരാളെഴുതിയ കവിതയുടെ നിരൂപണം താഴെ കൊടുക്കുന്നു. ചില ഭാഗങ്ങൾ വിട്ടുപോയിരിക്കുന്നു. ചുവടെയുള്ള ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നവയിൽ നിന്ന് അനുയോജ്യമായ വാക്കുകളെടുത്ത് ഇത് കംപ്ലീറ്റ് ആവുക. Answers. A. Autobiographical. B. Winter. C. River. D. Branches if night. E. Deciphering the fire. F. Forgotten wings. G. Palpitating. 8. Perforated. I. Starry void. J. Wheeling. നമ്മുടെ ഈ വീഡിയോ ഇതോടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.